പെട്ടെന്ന് കാണിച്ചു തന്നാൽ ഇതേതാ സ്ഥലമെന്ന് ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും പെട്ടെന്ന് തിരിയില്ല. അങ്ങനെ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ കാണിച്ചത് ചെയ്യാൻ ചോദിക്കുക നിങ്ങളോട്, ഇതേതാ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ മനസ്സിലാവും. ഇത് കാണിച്ചു തരും ഞാൻ. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷനായിട്ടിരുന്നത് നമ്മുടെ മാനന്തവാടിയുടെ സ്വന്തം മുത്ത് ശ്രീ OR കേളു മന്ത്രിയായിരുന്നു. ഇതാണ് കാവ് കമ്പനപ്പാലം. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ഇത് സുമാർ ഞാൻ നടന്നു നോക്കട്ടെ എവിടം വരെ ഇത് കാണാമെന്ന്. കഴിഞ്ഞ കൊല്ലം വരെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന പാലമാണ് ആ കാണുന്നത്. അതിലിപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് കുടിയേറ്റക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട പത്മശ്രീ രാമേട്ടൻ വരെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ റോഡ് കിട്ടിയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ഏറ്റവും ബഹുമാനിതനായ ഒരു കൃഷിക്കാരനും സാമൂഹ്യ പ്രവർത്തകനും ഗോത്രവർഗത്തലവനുമായ ശ്രീ രാമേട്ടൻ ഈ പാലത്തിൻ്റെ നേരെ അക്കരെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അരിയിലും പുഴയുടെ ദിക്ക് ചേർന്ന് പഴയ കുരിശുപള്ളി ഒരെണ്ണമുണ്ട്. പുഴ ഇതാ കാണുന്നത്, നല്ല ആഴത്തിൽ. ഇതൊക്കെ പലരും കാണിച്ച് നിങ്ങളെല്ലാം കണ്ടു കാണും. എനിക്ക് ഇതെന്നും കണ്ടിട്ട് എൻ്റെ ആകാംക്ഷ തീരുന്നില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. കണ്ടത് തന്നെ എത്ര കണ്ടാലും ചില പ്രകൃതി രമണീയമായ കാഴ്ചകൾ എന്നെ മടുപ്പിക്കാറില്ല. പക്ഷെ എൻ്റെ കൂടുതലുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ ഓർത്തിട്ട് കളിയാക്കുകയും അവർ പിന്നീട് അത് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. കണ്ടോ, ഇത് നമ്മളെവിടെയോ കണ്ടു മറന്നേ ആ പുഴയിണ്ടിയിലെ മരങ്ങളാണ്. ഇവനാരെന്ന് മനസ്സിലായോ? ഇവൻ തൊട്ടാ പൊള്ളുന്ന പുള്ളിയാണ് ചേര്. ഇവിടെ എല്ലാ മരങ്ങളും ഒരേപോലെ ആരും നശിപ്പിക്കാത്തത് കൊണ്ട് പുഴയിണ്ടികളിലുണ്ട്. അത് കഴിഞ്ഞുള്ള രംഗമാണ് ഈ കാണുന്നത്. കുളത്തിൻ്റെ ഇങ്ങേക്കര എന്ന് പറയാൻ സുമാർ 1 കിലോമീറ്ററോളം അതങ്ങനെ കിടക്കുന്നു. അങ്ങനെ കിടക്കുന്നു. സുമാർ 1 കിലോമീറ്ററോളം പാലമുണ്ട്. പഴയ പാലത്തെ കൂടെ താഴെ ഇവിടുന്ന് സുമാർ ഒരു 15 മീറ്റർ താഴെയാണ്. ഇതാണ് രംഗം. ഞാനൊന്ന് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടെങ്കിലും ആ തിക്ക് തിരക്കിൽ കണ്ടോ, ഈ വിടവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 പാലാണ്. കണ്ടോ, ഇതാണ് കാണുന്നത്. കണ്ടോ, താഴത്തെ രംഗം കണ്ടോ കാണുന്നത്. ഇത്ര അകലത്തിലിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത്ര അകലിട്ടിരിക്കുന്ന വേനൽക്കാലങ്ങളിലോ അല്ലെങ്കിൽ അതേപോലെ സമയങ്ങളിലോ പാലം അടുക്കണം, അകലണം. അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി ഏതോ കാലത്ത് പുരാതന എഞ്ചിനീയർമാർ കണ്ടുപിടിച്ചതാണ്. അതിപ്പോഴും നടപ്പിലാക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് 2ഉം 2ആയി നിൽക്കുന്നത് കാണുന്നില്ലേ? ഇത് പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ അടുക്കുള്ളൂ. ഈ വിടവ് അങ്ങനെ നിൽക്കുന്നു.